അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം ഉജ്ജ്വല വിജയം നേടിയിരുന്നു. 48-ൽ 30 സീറ്റുകളാണ് മഹാവികാസ് അഘാടിക്ക് ലഭിച്ചത്. സാംഗ്ലിയിൽ നിന്നുള്ള സ്വതന്ത്ര MP വിശാൽ പട്ടേലിന്റെ പിന്തുണ കൂടി കോൺഗ്രസിന് ലഭിച്ചതോടെ ഇത് 31 മാറി. 17 സീറ്റുകൾ മാത്രമാണ് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് ലഭിച്ചുള്ളൂ. മഹാരാഷ്ട്രയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് NCP നേതാവ് ശരത് പവാർ. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശരത് പവാർ പറഞ്ഞു, അദ്ദേഹം യോഗങ്ങളും റോഡ് ഷോകളും നടത്തിയ മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് നല്ല വിജയമാണ് ഉണ്ടായത്. മോദി 18 യോഗങ്ങളും റോഡ് ഷോയും നടത്തി. അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വോട്ടർമാർ പിന്തുണച്ചു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടുതൽ യോഗങ്ങളും പര്യടനങ്ങളും ഉണ്ടാവണം. അപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് മോദിയോട് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു എന്നതാണ് ശരത് പവാർ പറഞ്ഞത്. അജിത് പവാറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് BJPക്ക് എന്തു ഗുണമാണ് കിട്ടിയത് എന്ന് BJP തന്നെ പറയട്ടെ എന്നതാണ് ശരത് പവാർ പറഞ്ഞത്. ചിലയിടങ്ങളിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ BJP ശ്രമിച്ചു. എങ്കിലും BJPയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെന്നും ശരത് പവാർ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്നും പുറത്താക്കുമെന്നും ശരത് പവാർ ഉറപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ 2 പാർട്ടികളെ പിളർത്തി അത് 4ആക്കി മാറ്റിയ BJP തന്ത്രം മഹാരാഷ്ട്രയിൽ വിജയിച്ചില്ല. ഉദ്ധവ് താക്കറെയുടെ ചില നിലപാടുകൾ തന്നെയാണ് BJPയെ തടഞ്ഞു നിർത്തിയത്. ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയുടെ മണ്ണിലെത്തുമ്പോൾ ആ യാത്രക്ക് ലഭിച്ച സ്വീകരണവും കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രതീതിയും നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കാണുന്നത്.